ഡിഗ്രി. ചിലർ ഡിഗ്രി കഴിയുമ്പോഴത്തേക്കിന് തന്നെ ഒരു ബാങ്കർ ആകും, അല്ലെങ്കിൽ ബാങ്ക് എക്സാം ക്രാക്ക് ചെയ്യും. ചിലർ അപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഡിഫറൻസ് എന്താണെന്ന് അറിയാമോ? ബാങ്കർ ആയ ആസ്പിറന്റ് നേരത്തെ ചിന്തിച്ചിട്ടുണ്ടാകും എനിക്ക് ഏത് എക്സാം ആണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത്. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ മറ്റു വിഭാഗം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഏത് മേഖലയിലേക്ക് തിരിയണം എന്ന് ചിന്തിക്കുന്നത് പോലും. ഇതൊരു മോട്ടിവേഷൻ വീഡിയോ അല്ല. ഡിഗ്രി സെക്കൻഡ് ഇയർ ഓർ തേർഡ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ റോഡ് മാപ്പ് ആണ് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ. നിങ്ങളൊരു ഡിഗ്രി സെക്കൻഡ് ഇയർ ഓർ തേർഡ് ഇയർ സ്റ്റുഡന്റ് ആണെങ്കിൽ കോളേജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് കൺഫ്യൂസ് ആകുകയല്ല വേണ്ടത്. പഠിക്കുമ്പോഴേ വ്യക്തമായ ധാരണയുണ്ടാകണം. ഗ്രാജുവേഷന് ശേഷം ഞാൻ എവിടെയാണ് ജോലി ചെയ്യേണ്ടത്, എന്റെ കരിയർ എന്തായിരിക്കണം എന്നുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. ലക്ഷക്കണക്കിന് ആസ്പിറൻസ് ആണ് എക്സാം എഴുതുന്നത്. പക്ഷെ സ്മാർട്ടായി പ്രിപ്പയർ ചെയ്യുന്നവർ മാത്രമേ സെലക്ട് ആകുന്നുള്ളൂ. ഒരു ബാങ്കർ ആകണം എന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് എക്സാംസിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ പഠിക്കുന്ന കാലയളവിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ബാങ്ക് എക്സാം എഴുതാൻ വേണ്ട അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഒരു ഗ്രാജുവേഷൻ ആണ്. അത് ഏത് ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല, പാസ്സായാൽ മാത്രം മതി. 3 പോസ്റ്റിലേക്കാണ് ബാങ്ക് റിക്രൂട്ട് ചെയ്യുന്നത്: ക്ലർക്ക്, PO ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. ക്ലർക്ക് ആണെങ്കിൽ നമുക്ക് മാക്സിമം 28 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക, ജനറൽ കാറ്റഗറി. PO ആണെങ്കിൽ മാക്സിമം 30 വയസ്സ് വരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? നമുക്ക് 4 സബ്ജക്ട് മാത്രം പഠിച്ചാൽ മതി. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ്. ഈ 4 സബ്ജക്ട് മാത്രം പഠിച്ചുകൊണ്ട് ഒരു വർഷം വരുന്ന 20-ലധികം പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. SBA PO, SBA ക്ലർക്ക്, IBPS PO, IBPS ക്ലർക്ക്, RRB PO, RRB ക്ലർക്ക്, RBI അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി പബ്ലിക് സെക്ടർ ബാങ്ക് എക്സാമുകളും കൂടാതെ നിരവധി ഇൻഷുറൻസ് എക്സാമുകളും ഞാൻ നേരത്തെ പറഞ്ഞ 20 എക്സാംസിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സബ്ജക്ട്സിലേക്ക് വരാം. നമുക്ക് 4 സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞു. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് നമ്മളുടെ മാത്സ് ആണ്. 10 വരെ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മളുടെ മാത്സ് ആണ് എക്സാമിന് ചോദിക്കുക. പക്ഷെ 10 വരെ നമ്മൾ പഠിച്ച മാത്സിനകത്തിൽ നമ്മൾ സ്റ്റെപ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഓരോ ടോപ്പിക്കും പഠിച്ചിട്ടുള്ളത്. പെർസെൻറ്റേജ് ആയിക്കോട്ടെ, റേഷ്യോ ആയിക്കോട്ടെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിക്കോട്ടെ. പക്ഷെ നമ്മളുടെ ബാങ്ക് എക്സാം എന്ന് പറയുന്നത് സ്പീഡും ആക്യുറസിയും ഒരേപോലെ വേണ്ട എക്സാം ആണ്. നമ്മൾ ക്വാണ്ടിന്റെ ടോപ്പിക്സ് പറഞ്ഞല്ലോ, അതായത് പെർസെൻറ്റേജിൽ തുടങ്ങി റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇങ്ങനെ കുറേയധികം ടോപ്പിക്സ് നമുക്ക് ബാങ്ക് എക്സാമിനുണ്ട്. ഇത് ഓരോ ടോപ്പിക്സിന്റെ ബേസ് കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കി ഷോർട്ട് കട്ട് മെത്തേഡ്സും പഠിച്ച് എക്സാമിന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഉയർത്താൻ പറ്റണം. അടുത്ത സബ്ജക്ട് റീസണിംഗ് ആണ്. റീസണിംഗ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ റീസണിംഗ് എന്നാണ് സബ്ജക്റ്റിന്റെ പേര്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് അത്യാവശ്യം ലോജിക് ഉണ്ടോ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വിവരമുണ്ടോ, ബോധമുണ്ടോ. ഇതൊക്കെയാണ് റീസണിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൽ ഉൾപ്പെടുന്ന ടോപ്പിക്സ് ആണ് ഡയറക്ഷൻ ടെസ്റ്റ്, ബ്ലഡ് റിലേഷൻ, ആൽഫാന്യൂമറിക് സീരീസ്, സിലോജിസം, പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഇതെല്ലാമാണ് നിങ്ങളുടെ റീസണിംഗ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ടോപ്പിക്സ്. ക്വാണ്ട് പോലെ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് റീസണിംഗ്. പക്ഷെ പഠിക്കേണ്ട രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് സ്പീഡും ആക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ഏറ്റവും സ്കോറിംഗ് സബ്ജക്റ്റ് ആണ് റീസണിംഗ്. അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സ്കില്ല് ടെസ്റ്റ് ചെയ്യാനായി എറർ ഡിറ്റക്ഷൻ, പാരാജമ്പിൾസ്, ക്ലോസ് ടെസ്റ്റ് തുടങ്ങിയ നിരവധി ടോപ്പിക്സ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ ടോപ്പിക്സ് മാത്രമല്ല, ഈ ടോപ്പിക്സ് ഒക്കെ നന്നായി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാമർ റൂൾസ് നന്നായി അറിവുണ്ടായിരിക്കണം. എറർ ഡിറ്റക്ഷൻ പോലെയുള്ള ടോപ്പിക്സ് ഒക്കെ വളരെ പെട്ടെന്ന്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ, ഗ്രാമർ റൂൾസ് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് സ്ട്രോങ് ആക്കാനായി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ വരുന്ന എഡിറ്റോറിയൽ ഡെയിലി വായിക്കുക. അങ്ങനെ എഡിറ്റോറിയൽസ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ന്യൂ വേർഡ്സ്, അതുകൂടാതെ തന്നെ നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഇത് നമുക്ക് നമ്മളുടെ അടുത്ത സബ്ജക്റ്റ് ആയ കറണ്ട് അഫയേഴ്സിനും ഹെൽപ്ഫുൾ ആണ്. അടുത്തത് നമ്മൾ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് സബ്ജക്റ്റിലേക്ക് വന്നു. എഡിറ്റോറിയൽ വായിക്കുന്നത് കൊണ്ട് കറണ്ട് അഫയേഴ്സിനും നമുക്ക് ഹെൽപ്ഫുൾ ആണ്. മെയിൻസ് എക്സാമിന് തൊട്ട് മുന്നേ ഉള്ള 6 മാസത്തെ ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ് ആണ് എക്സാംസിന് ചോദിക്കുക. നമുക്കൊരു ബാങ്കിൽ ക്ലർക്ക് ആകണമെങ്കിൽ 3 കടമ്പയാണ് കടക്കാനുള്ളത്. ആദ്യം ഒരു പ്രിലിംസ് എക്സാം ഉണ്ടാകും, മെയിൻസ് എക്സാം ഉണ്ടാകും, അതിനുശേഷം LLPT എന്ന് പറയും, അതായത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. നമുക്ക് ക്ലർക്ക് എക്സാം ആകുമ്പോൾ സ്റ്റേറ്റ് വൈസ് വേക്കൻസി ആണ് വരുന്നത്. ഓരോ സ്റ്റേറ്റിലേക്ക് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ഭാഷ നമുക്ക് അറിവുണ്ടായിരിക്കണം. ക്ലർക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കില്ല. PO അഥവാ പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റ് ആണെങ്കിൽ പ്രിലിംസ് എക്സാം ഉണ്ടാകും, അതിനുശേഷം മെയിൻസ് ഉണ്ടാകും, ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും. ഇപ്പൊ SBI POയ്ക്ക് നമുക്ക് 5 കടമ്പയാണ് കടക്കാനുള്ളത്: പ്രിലിംസ്, മെയിൻസ്,
ഗ്രൂപ്പ് ഡിസ്കഷൻ, സൈക്കോമെട്രിക് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ. ഇതെല്ലാം കൂടെ കേട്ട് ടെൻസ്ഡ് ആകുമൊന്നും വേണ്ട. സിസ്റ്റമാറ്റിക് ആയി കൺസിസ്റ്റന്റ് ആയി പ്രാക്ടീസ് ചെയ്താൽ നമ്മൾക്കും ഇത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന പാർട്ടിലേക്ക് കടക്കാം. ഈ 4 സബ്ജക്ട്സിനും ഡിഗ്രിക്ക് പഠിക്കുന്ന ഞങ്ങൾ എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം? ഡെയിലി 2 മണിക്കൂർ പഠിക്കാൻ നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ സബ്ജക്ട്സിന്റെയും ബേസ് നിങ്ങൾക്ക് സ്ട്രോങ് ആക്കാനായിട്ട് പറ്റും. ഓരോ സബ്ജക്ട്സ് ആയിട്ട് നമുക്ക് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ തന്നെ കാര്യം നമ്മൾ പറഞ്ഞു. അതിൽ പെർസെൻറ്റേജ്, റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇങ്ങനെ പറയുന്ന ഓരോ ടോപ്പിക്കിന്റെയും ബേസ് കോൺസെപ്റ്റ്സ് നമ്മൾ പഠിക്കണം. പക്ഷെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് അല്ല ഫോളോ ചെയ്യേണ്ടത്. ബേസ് കോൺസെപ്റ്റ് മനസ്സിലാക്കി കോമ്പറ്റേറ്റീവ് എക്സാംസിന് എങ്ങനെ പഠിക്കണോ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ടോപ്പിക്സും സ്ട്രോങ് ആക്കുക. ക്വാണ്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാൽക്കുലേഷൻ സ്പീഡ് വളരെ നന്നായിട്ടുണ്ടായിരിക്കുക എന്നുള്ളത്. അതിന് നിങ്ങൾക്ക് ഇപ്പോഴേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് 20 വരെയുള്ള നമ്പേഴ്സിന്റെ ടേബിൾ പഠിക്കുക, 50 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ പഠിക്കുക, 25 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബ് പഠിക്കുക. അതേപോലെ തന്നെ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻസ്, ഇതെല്ലാം നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഈ സമയത്ത് തന്നെ നിങ്ങൾ സ്ട്രോങ് ആക്കുക. റീസണിങ് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ലോജിക് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാണ്. അതിലെ ഓരോ ടോപ്പിക്സും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ ഇന്നിക്വാളിറ്റി ആണെങ്കിൽ 1 മിനിറ്റിൽ 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഒക്കെയാണ് നമ്മൾ ക്ലാസ്സുകളിൽ എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈലം ബാങ്കിങ്ങിന്റെ തന്നെ യൂട്യൂബ് ചാനലിൽ ഇതിന്റെ എല്ലാം വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴേ അത് കയറി ഓരോ ക്ലാസ്സസ് ആയിട്ട് കണ്ടുപഠിക്കാം. ഇംഗ്ലീഷിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോഴേ നിങ്ങൾ എഡിറ്റോറിയൽസ് വായിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ആ വായിക്കുമ്പോൾ തന്നെ കുറേ അധികം റൂൾസും കാര്യങ്ങളും റൂൾസ് ആയിട്ടെന്നുള്ള രീതിയിലല്ലാതെ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കുറേ അധികം പുതിയ വേർഡ്സും കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കറണ്ട് അഫയേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. മെയിൻസ് എക്സാമിന് തൊട്ട് മുന്നേ ഉള്ള 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് ചോദിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ഓർ തേർഡ് ഇയർ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഈ സമയം നിങ്ങൾ ബാക്കിയുള്ള 3 സബ്ജക്ട്സിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്യുക. നിങ്ങൾ ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. ഇപ്പോൾ മൺഡേ നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു ടോപ്പിക് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ പെർസെൻറ്റേജ് നിങ്ങൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഇപ്പോൾ പെർസെൻറ്റേജ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു ദിവസം നിങ്ങൾ 2 മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്തെങ്കിൽ അടുത്ത ദിവസം അടുത്ത സബ്ജക്റ്റ് ആയ റീസണിങ് എടുക്കുക, അടുത്ത ദിവസം ഇംഗ്ലീഷ് എടുക്കുക. അങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും ആകുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഓരോ ടോപ്പിക്സ് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ബുക്ക് എടുക്കുക. അതിൽ 3 സബ്ജക്റ്റിന്റെയും എൻറ്റയർ സിലബസ് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബാങ്ക് എക്സാംസിന്റെ കംപ്ലീറ്റ് സിലബസും കിട്ടും. നിങ്ങൾ ഈ ഒരു സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ കൊണ്ട് ചെയ്യേണ്ട കാര്യം, ഈ 3 സബ്ജക്റ്റിലും നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഓരോ ടോപ്പിക്സും നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ആദ്യമേ നിങ്ങൾ സ്പീഡിന്റെ പുറകിന് ഓടണ്ട. നിങ്ങൾ ബേസിക് കോൺസെപ്റ്റ്സ് നന്നായിട്ട് മനസ്സിലാക്കുക. ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി ഓരോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്പീഡ് ഗ്രാജുവലി കൂടിക്കോളും. കംപ്ലീറ്റ് സിലബസ് തീർന്നു കഴിഞ്ഞ് നമുക്ക് സെക്ഷണൽ മോക്ക് അല്ലെങ്കിൽ ഫുൾ ലെങ്ത് മോക്ക് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ കോളേജ് സ്റ്റുഡൻസ് ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ടെൻഷനും പ്രഷറും അല്ലെങ്കിൽ വലിയ റിസ്ക് എലമെന്റ് ഒന്നുമില്ല. അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, എവിടുന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം? സൈലം ബാങ്കിങ്ങിനോടൊപ്പം ചേർന്ന് ബേസ് സ്ട്രോങ് ആക്കാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക. എങ്കിൽ നിങ്ങളുടെ കോളേജ് പഠനത്തോടൊപ്പം നിങ്ങളുടെ ബാങ്ക് എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ബാച്ചുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും.